അമ്മ കുൽഫി കാണിച്ചാൽ എനിക്ക് ഇച്ചിരി കുൽഫി ഇതാ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളല്ല, പപ്പയാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ ഷാർജ ഷേക്കാണ് ഉണ്ടാക്കണതെന്ന് ചോദിച്ചു. പക്ഷേ പപ്പ പറഞ്ഞു അല്ല, വേറൊരു ഐറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു പിന്നെ പപ്പ എന്തുണ്ടാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി നേരം പുച്ഛിച്ചു കേട്ടോ. പിന്നെ അവസാനമായപ്പോഴാണ് എൻ്റെ പൊന്നു മക്കളെ അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇത് ആദ്യം തൊട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞങ്ങൾ ഈ പഴം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്തിട്ട് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് മിക്സിയിൽ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ഐസ്ക്രീം ഇത് അവിടെ ഇരുന്ന ഒരാൾ കട്ടെടുത്ത് തിന്നുകയാണെന്ന് പറയാം ഗൈസ്. അപ്പോൾ അവളുടെ കുൽഫി ഒന്ന് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ എൻ്റെ മുമ്പിൽ തന്നെ നക്കി കാണിച്ചു ഗൈസ്. ഇത് കഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അടിച്ചു വെച്ച മിക്സിയിലായിട്ട് പഞ്ചസാര ഇടുകയാണ്. അതിനുശേഷം ബൂസ്റ്റും കൂടി ഇടുകയാണ്. ശേഷം നമ്മൾ ബാക്കി വന്ന ഐസ്ക്രീമും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഭാഗ്യവശാൽ ഒരെണ്ണമെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നു. കൂടുതൽ ഐസ്ക്രീം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇവിടെ ഒരു കുട്ടിക്കുറുമ്പി ഉണ്ടായണ്ടേ. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് തണ്ണിമത്തങ്ങ അല്ലെങ്കിൽ വത്തയ്ക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് ക്യൂബ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഈ ശരവത്തിൻ്റെ അകത്തായിട്ട് നമ്മളത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഇതിനകത്തായിട്ട് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പാലാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ സംഭവം സെറ്റാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് പാലൊഴിച്ച് നല്ല അടിപൊളി കിടുക്കാച്ചി ആക്കിയ ഒരു ഡ്രിങ്ക് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഗ്ലാസ്സിലായിട്ടൊന്ന് സെർവ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ പരിപാടി. നല്ല തണുപ്പ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഇത് ഫ്രിഡ്ജിലെടുത്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് എടുത്ത് കുടിക്കുക കേട്ടോ. എന്തായാലും അടിപൊളി സാധനമാണ്, അടിപൊളി ഡ്രിങ്കാണ്. പപ്പ തന്നെ എനിക്ക് സെർവ് ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് ടേസ്റ്റ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. ഇത് പപ്പ ഒഴിക്കുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ വായിലൂടെ വെള്ളം ഊറുകയാണ് ഗൈസ്. സത്യം പറഞ്ഞത് വോയിസ് ഓവർ കുടിക്കുകയാണ്. ഇതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ എനിക്ക് കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ എൻ്റെ ഈ സംസാരത്തിലൂടെ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു എല്ലാവർക്കും എത്ര സൂപ്പറാണ് ഈ ഐറ്റം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, സൂപ്പറാണ്, കിഡുമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരു കൂറക്കോലത്തിലാണ് നിൽക്കുന്നത്, ആരും മൈൻഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.